ഹായ് ബഡീസ്, ഇന്നത്തെ ഒരുപാട് സുഖമില്ലായിരുന്നു. സുഖമാണ് വിചാരിക്കുന്നു. എന്തായാലും ഞാനിന്ന് എന്താ പറഞ്ഞാൽ ഞാനൊരു 3 ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞു. ബോഡിക്ക് സെറ്റപ്പ് ആക്കാനുള്ള ആ കാര്യത്തിലൊന്നാണ്. കാരണം ഞാൻ എന്തായാലും പഠിക്കാൻ ബോക്സിക്സ് ഉണ്ടെങ്കിൽ ആ ബോഡി ഉണ്ടാക്കാനുള്ള കാര്യത്തിലാണ്. അപ്പോൾ അത് മാത്രമല്ല ശരിയാവില്ലല്ലോ. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് 2 സ്കില്ലും കൂടി ആഡ് ചെയ്തിരുന്നു. പിന്നെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് ചോദിച്ചാൽ വേറെ ഒന്നല്ല ഗൈസ്. സ്ട്രെങ്ത് മെയിനാണ്. കാരണം ബിക്കോസ് ഞാൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ല 2 സ്കില്ലും സ്ട്രെങ്ത് മെയിനാട്ടോ. സ്ട്രെങ്ത്തും വേണം. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല ഗൈസ്, സ്റ്റാമിന ഇസ് മെയിനാണ്. കാരണം സ്റ്റാമിന എനിക്ക് എന്ത് ചെയ്യും, സ്ട്രെങ്ത് ഒക്കെ ഉണ്ടായിട്ടില്ല. സ്റ്റാമിന ആണ് ഏറ്റവും മെയിൻ. ആ സ്റ്റാമിന ആണ് ഏറ്റവും ടോപ്പിൽ വെക്കുന്നത്. അത് മാത്രം കാര്യമില്ല, അതൊക്കെയാണ് മെയിൻ കിട്ടുള്ളൂ. പിന്നെ ഇത് പറഞ്ഞാൽ സ്കില്ലെന്ന് ചോദിച്ചാൽ സ്കിന്നിൻ്റെ ഫേവറേറ്റ് സ്കില്ലാണ്. അത് കാരണം എനിക്ക് നല്ല ഇഷ്ടമാണ്. അത് പഠിച്ച സീനാണ് സീൻ. ആൾക്കാരൊന്നും ഷോ പിന്നെ എൻ്റെ മോനെ കണ്ടെല്ലാവരും തള്ളു, അത് കൊതിച്ചു, അങ്ങനത്തെ ഒരു സാധനങ്ങൾ. ആ ഒന്നാമത്തെ സ്കില്ല് പറഞ്ഞാൽ വേറെ ഒന്നല്ല സ്കില്ല് വെച്ചാൽ വേറെ ഒന്നല്ല ഗൈസ്. എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് കാര്യം കാലിസ്ഥാനിക് എന്ന സീനായിട്ട് നമ്മൾ വിചാരിക്കുന്ന മുതൽ അതിന് സ്ട്രെങ്ത് വേണം. ഹൈ ലെവലുള്ള സ്കില്ലൊക്കെ ഉണ്ട്. അത് മറ്റേ നോർമൽ ഹ്യൂമൻസിന് ചെയ്യാൻ കഴിക്കുന്നത്. ബട്ട് നമ്മൾ അങ്ങനെയല്ലല്ലോ. നമ്മൾ കുറച്ച് ഹൈ ലെവലിലുള്ള ആൾക്കാരാണ്. അപ്പോൾ എന്തായാലും നമ്മൾ കത്തിക്കും, നമ്മളൊക്കെ പഠിക്കും. മീൻസ് 3 മാസം ഉണ്ടല്ലോ. ആ 3 മാസത്തിൽ എന്തൊക്കെ കഴിയും ഒക്കെ ചെയ്യും. പിന്നെ എൻ്റെ ലാസ്റ്റത്തേന്ന് പറഞ്ഞാൽ എൻ്റെ ഫേവറേറ്റുമാണ്. ഞാൻ പഠിക്കാൻ കുറേ ദിവസം വിചാരിച്ചിരുന്നു, പക്ഷെ കഴിഞ്ഞിട്ടില്ല. പുറത്ത് പോയി പഠിക്കാനും വിചാരിച്ചു, ഇവിടെ അതൊന്നും കഴിഞ്ഞില്ല. കാരണം സമയത്തിൻ്റെ ഒരു വലിയ ബുദ്ധിമുട്ടാണ്. പൈസ അതാണ് എല്ലാവർക്കും ബുദ്ധിമുട്ട്. ക്യാഷിൻ്റെ ബുദ്ധിമുട്ടൊന്നുമല്ല, നമ്മൾ ഭയങ്കര റിച്ചാണ്. റിച്ചാലേ റിച്ചാണ്. പക്ഷേ ഒരു പണ്ടേ എന്തായാലും കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ലാസ്റ്റത്തെ സ്കില്ല് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല ഗൈസ്, ബോക്സിംഗ് ആണ്. എന്നാലും ഞാൻ എന്തെങ്കിലും പഠിക്കല്ലേ, അപ്പോൾ കലിസ്ഥാനിക്കിൻ്റെ കൂടെ ബോക്സിംഗ് കൂടി സെറ്റപ്പ് ആക്കി വെച്ച് ബോക്സിങ്ങും കലിസ്ഥാനിക്കും പിന്നെ കുറച്ച് സ്റ്റാമിന ഇതൊക്കെ കിട്ടി. എന്നിട്ട് മുന്നേ ഇങ്ങനെ ഗ്രാഫ് പൊന്തണവരെ പൊന്തിയോ എന്തായാലും സെറ്റപ്പ് ആക്കണം. ലാസ്റ്റ് എനിക്കൊരു കലിസ്ഥാനിക്കിലൊരു സ്കില്ലാണ്, കുറച്ചല്ലേ ഉള്ളൂ, മിനിമം കുറച്ചൊക്കെ. അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഇങ്ങനെയൊക്കെയാണ്. നല്ല നമുക്ക് കുറച്ച് കൊളാക്കാൻ വരാം. അല്ലെങ്കിൽ എനിക്ക് കാണിച്ചു തരാം സ്കില്ല് എങ്ങനെയാണ്. ഇത് സ്കില്ലാണ്. ബട്ട് ഇത് അത്രയൊന്നും അറിയില്ല. പക്ഷേ ഈ 3 മാസം കഴിയുമ്പോഴത്തേന് ഗൈസ് ഞാൻ പ്രോ പ്ലെയർ എങ്ങനെ ചെയ്യും അതേപോലെ ആ സാധനം ചെയ്യും. 2 കാലം കൊണ്ട് ഞാൻ സാധനം കാണിച്ചില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഗൈസ് ഞാൻ പറഞ്ഞുതരാം. സ്കില്ല് വേറെ ഒന്നുമില്ല, കഴിച്ചിട്ട് കാല് പൊന്തിക്കുന്ന സ്കില്ലാണ്. എനിക്ക് അത്രയ്ക്ക് നല്ല എനിക്ക് എനിക്ക് നല്ല ഇഷ്ടമായിട്ടും അങ്ങനെ ചെയ്യാൻ. ഞാൻ കുറേയൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പണ്ട് ഒക്കെ ചെയ്തപ്പോൾ നല്ല പനായി. പണ്ട് പറഞ്ഞാൽ ഒരു 2-3 മാസമൊക്കെ ചെയ്യുമ്പോൾ നല്ല. പിന്നെ ഞാൻ എക്സസൈസ് ചെയ്യാത്തതുകൊണ്ടൊക്കെ വളരെ കുറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ കാണിച്ചില്ല സംഭവനാണ്. അത്രയൊന്നും അറിയില്ല. ഞാനും ചെയ്ത് നോക്കാം. കൈ പോലെ ആയാലോ. തെറ്റൊക്കെ പറ്റും. ബട്ട് വൺ ഡേ ഈ 3 മാസം കഴിയുമ്പോഴത്തേന് ഈ സ്കില്ല് ഞാൻ പ്രോപ്പറായി പഠിച്ചിരിക്കും. അതാണ് ഞാൻ. എന്നാലും ഈ സ്കില്ല് പഠിച്ചിരിക്കും. പിന്നെ ഇത് മാത്രമല്ല, ബോക്സിങ്ങിൻ്റെ ഒരു സ്കില്ലും കൂടി കൊണ്ടുവരാം. അതും കൂടി പഠിക്കണ്ടേ. ബോക്സിങ്ങിൻ്റെ കുറച്ച് അതും കൂടി പഠിച്ചാൽ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. എങ്ങോട്ട് പോണി ഒന്നും കൂടി ചെയ്ത് നോക്കാം. ചിലപ്പോൾ അതിനാലും ചെയ്ത് നോക്കല്ലോ. എന്തായാലും ഇത്ര മതി. ബാക്കി അടുത്ത വീട്ടിൽ. ഓക്കെ.